ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോയമ്പ് ആരംഭിക്കുകയായി. ഇന്ന് വലിയ നോയമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച. കൊത്തിനെ ഞായറെന്നും നോമ്പിന്റെ പേതൃത്വ എന്നും ഇതിനെ വിളിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയാണ് വേദഭാഗം. കാനാവിലെ കല്യാണ വീടാണ് ധ്യാനം. 2 സന്ദേശം ഈ വീട്ടിലെ വിരുന്ന് നമുക്ക് നൽകുന്നുണ്ട്. 1, വിരുന്നിനൊപ്പം വീഴ്ചയുണ്ട്. അതുകൊണ്ട് വീണ്ടെടുപ്പുകാരനെ നോക്കുമോ? ഒരു കല്യാണ വിരുന്ന് നടക്കുകയാണ്. നമുക്കറിയാം, ഓരോ കല്യാണവും ആഘോഷമാണ്. ഓരോ വിരുന്നിലും പരിസരം മറക്കുന്ന ആഹ്ലാദത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവിടെ ആരും ആകസ്മികമായി വിരുന്നെത്തുന്ന ശൂന്യതയെക്കുറിച്ച് ഓർക്കാറില്ല. ഏത് സന്തോഷ നിമിഷങ്ങൾക്ക് മധ്യേയും ആകസ്മികമായി സംഭവിക്കാവുന്ന ഒരു ശൂന്യതയെക്കുറിച്ച് ഈ വിരുന്ന് വീട് നമ്മെ ഓർപ്പിക്കുന്നു. എത്ര പെട്ടെന്നാണ് ആഘോഷം നിറഞ്ഞ ആ വീട് കരച്ചിലിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. വീഞ്ഞ് തീർന്നുപോയി. ഇതിൽ പരം ഒരു അപമാനം ഇല്ല. ജീവിതത്തിലെ സുഖാനുഭവങ്ങൾ നുകർന്നുള്ള മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്ന ഒരു ശൂന്യതയെ ധ്യാനിക്കുന്നത് നല്ലതാണ്. അതായത്, അമിത ആഹ്ലാദത്തിൽ മതിമറക്കരുത്. ഏത് ആഹ്ലാദത്തിന്റെ നടുവിലും വീണ്ടെടുപ്പുകാരനിലേക്ക് നോക്കണം. ഏത് സന്തോഷവും കരച്ചിലായി മാറാൻ ഒരു നിമിഷം മതി. മറന്നു പോകരുത്, അഹങ്കരിക്കരുത്. അതുകൊണ്ട് ആഘോഷങ്ങൾക്കിടയിൽ വീണ്ടെടുപ്പുകാരനെ നോക്കണം. 2, ഇവിടെ വെള്ളം വീഞ്ഞായി മാറുന്ന അത്ഭുതം കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ മധ്യേ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളം വീഞ്ഞാകുന്ന അത്ഭുതത്തെക്കാൾ വീഞ്ഞ് വെള്ളമാകുന്ന അപജയത്തെ കാണുക. വെള്ളം വീഞ്ഞാകുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും പലരുടെയും കുടുംബജീവിതങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ വീഞ്ഞ് വെള്ളമായി തിരികെ പരിവർത്തിക്കുന്നതാണ്